ഈ പബ്ലിക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന നാലാമത്തെ ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എക്കണോമിസ്റ്റ് അല്ല സമ്പദ് ശാസ്ത്രജ്ഞന്മാരും അവരുടെ തിയറീസ് ഒക്കെ നോക്കി നോക്കുക. അതിൽ നോക്കേണ്ടതാണ് ആഡം സ്മിത്ത്, ഫാദർ ഓഫ് എക്കണോമിക്സ്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വാപ്പ എന്നായിട്ട് ആലോചിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ആൽഫ്രഡ് മാർഷൽ, അദ്ദേഹം എന്താ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് വെൽഫെയർ, ജനക്ഷേമവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ പറഞ്ഞാണ് ആൽഫ്രഡ് മാർഷൽ. അതേപോലെ തന്നെ ലയണൽ റോബിൻസ്. പിന്നെ നമുക്ക് നോക്കേണ്ട മറ്റൊരു സംഭവമാണ് തിയറി ഓഫ് റെന്റ്, പാട്ട സിദ്ധാന്തം, അതാരുടെയാണ്? ഡേവിഡ് റിക്കാർഡോ. ഇനി അതിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, കാൾ മാക്സ്, അതായത് നമ്മുടെ മിച്ചമൂല്യ സിദ്ധാന്തം, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പൊ അതവിടെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ജെയിം കെയ്ൻസിന്റെ നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, അതാണ് ജെ ഷുംപീറ്റർ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സൃഷ്ടിപരമായ നശീകരണം എന്നുള്ള കാര്യം. പിന്നെ വരുമ്പോൾ ദ ഡ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തം, അതാരുടെ? ഇന്ത്യൻ എക്കണോമിസ്റ്റുകളാണ് ഈ പറയാൻ പോകുന്നത്. ദ ഡ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തമാണ് നമ്മുടെ ദാദാബായ് നവറോജു. പിന്നെ എഫിഷ്യന്റ് ടാക്സ് സിസ്റ്റം, നല്ല നികുതി സമ്പ്രദായം ആൻഷ്യന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നാണ് ചാണക്യ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഗാന്ധിജിന്റെ ഹിന്ദു സ്വരാജ്, അതുപോലെ തന്നെ നമ്മുടെ നോബൽ പ്രൈസ് കിട്ടിയ അമർത്യകുമാർ സെന്നിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള എക്കണോമിസ്റ്റുകളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ബുക്കും പേപ്പർ എടുത്ത് എഴുതി വെക്കാം. ഇതെന്തായാലും എക്സാമിൽ ചോദിക്കും. താങ്ക്